Hello dears, welcome to UNB Learning. Here we are going to discuss a new chapter titled A Shipwrecked Sailor, which is the first chapter of our second unit, Wings and Wheels. രണ്ടാമത്തെ യൂണിറ്റിലെ വിങ്സ് ആൻഡ് വീൽസ് എന്ന പേരായ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് കൂട്ടുകാരെ നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. 8ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് ആരംഭിക്കാം. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, ഹാവ് യു ഹേർഡ് ഓഫ് റോബിൻസൺ ക്രൂസോ? റോബിൻസൺ ക്രൂസോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റോബിൻസൺ ക്രൂസോ ഈസ് എ ക്യാരക്ടർ ഇൻ ഡാനിയൽ ഡിഫോസ് നോവൽ. ഡാനിയൽ ഡിഫോ എഴുതിയ ദ ലൈഫ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ എന്ന നോവലിലെ പ്രൊട്ടാഗണിസ്റ്റാണ്, മെയിൻ ക്യാരക്ടറാണ് റോബിൻസൺ ക്രൂസോ. ആ നോവൽ വന്നിരിക്കുന്നത് 1919 അതിൻ്റെ പബ്ലിക്കേഷൻ. Now read the following extract from Robinson Crusoe's diary. റോബിൻസൺ ക്രൂസോയുടെ ഡയറിയിലെ ഒരു ഭാഗം വായിച്ചു നോക്കാം നമുക്ക് എന്നാണ് പറയുന്നത്. റോബിൻസൺ ക്രൂസോ ഇതേപോലെ തന്നെ തകർന്ന ഒരു കപ്പലിലെ നാവികനായിരുന്നു. ഒറ്റപ്പെട്ട ഒരു ഐലൻഡിൽ ഒരുപാട് വർഷങ്ങളോളം തനിച്ച് കഴിയേണ്ടി വരുന്ന റോബിൻസൻ്റെ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ റോബിൻസൻ്റെ ജീവിതമാണ് ഈ കഥയിലുടനീളം വിവരിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 30, 1659 റോബിൻസൺ ക്രൂസോയുടെ ഡയറിയിലെ ഒരു ഭാഗമാണ് സെപ്റ്റംബർ 30, 1659 എഴുതിയതാണെന്നാണ് പറയുന്നത്. Poor miserable Robinson Crusoe, being shipwrecked during a dreadful storm, came ashore on this dismal, unfortunate island, which I call the island of despair. അങ്ങനെ ഞാൻ ഒരു കപ്പൽ തകർന്ന് ഒരു ഡ്രെഡ്ഫുൾ ഭീകരനായ ഒരു കൊടുങ്കാറ്റിനാൽ ഭയാനകമായൊരു കൊടുങ്കാറ്റിനാൽ തകർക്കപ്പെട്ട ഒരു കപ്പലിൽ നിന്നും ഞാൻ എത്തിച്ചേർന്ന് ഈ തീരമടിഞ്ഞു. ഈ തീരത്ത് ഇങ്ങനെയൊരു ഫോർച്ചുനേറ്റ് അല്ല, നിർഭാഗ്യം നിറഞ്ഞ ഈ ദ്വീപിൽ വന്ന് പെട്ടിരിക്കുകയാണ്. ഈ ദ്വീപിന് ഞാൻ അതുകൊണ്ട് വിളിക്കുന്നത് ദി ഐലൻഡ് ഓഫ് ഡെസ്പെയർ എന്നാണ്. ഡെസ്പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരാശ. ഓൾ ദ റെസ്റ്റ് ഓഫ് ദ ഷിപ്സ് കമ്പനി ബീങ് ഡ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മുങ്ങിത്താണു. അതായത് കപ്പലിലെ ബാക്കി എല്ലാവരും മുങ്ങി മരിച്ചു. ആൻഡ് മൈസെൽഫ് ഓൾമോസ്റ്റ് ഡെഡ്. ഞാൻ ഏകദേശം മരിച്ച പോലെ ആയിരുന്നു. The rest of the day I spent pondering the dismal circumstances I was brought to. ഏകദേശം മരിച്ച പോലെ തന്നെയാണ് ഞാൻ. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ ഇങ്ങനെ പരതി നടക്കുകയാണ്. I had neither food, house, clothes, no weapon. എനിക്കൊന്നുമില്ല, ഇപ്പോൾ ഫുഡും ഇല്ല, താമസിക്കാനൊരു ഷെൽട്ടർ ഇല്ല, വസ്ത്രങ്ങളില്ല, ഈവൻ വെപ്പൺസ്, ഒരു ടൂൾസോ ഒന്നും, വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ആയുധങ്ങളൊന്നുമില്ല ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട്. ഇൻ ഡെസ്പെയർ, നിരാശയിൽ, ഐ സോ നത്തിങ് ബട്ട് ഡെത്ത് ബിഫോർ മീ. എൻ്റെ മുമ്പിൽ മരണം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഐദർ ദാറ്റ് ഐ ഷുഡ് ബി ഡിവേർഡ് ബൈ വൈൽഡ് ബീസ്റ്റ്. ഒന്നെങ്കിൽ കാട്ടുമൃഗങ്ങൾ എന്നെ കൊന്നുകളയും. മർഡേർഡ് ബൈ സാവേജസ്, അല്ലെങ്കിലോ അടിമകൾ, അല്ലെങ്കിൽ ഈ കാട്ടുവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗത്തെ പോലെ പെരുമാറുന്ന കാട്ടുവാസികൾ ഒരുപക്ഷെ എന്നെ കൊന്നുകളയും. ഓർ സ്റ്റാർവ് ടു ഡെത്ത്, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചത്തുപോകും. ഫോർ വാണ്ട് ഓഫ് ഫുഡ്, ഭക്ഷണമില്ലാണ്ട് പട്ടിണി കിടന്ന് മരിക്കാനാണ് സാധ്യത. എൻ്റെ മുമ്പിൽ മരണം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്നാണ് ഡയറിയിൽ എഴുതി വച്ചിരിക്കുന്നത്. അറ്റ് ദി അപ്രോച്ച് ഓഫ് നൈറ്റ് ഐ സ്ലൈപ്റ്റ് ഇൻ എ ട്രീ ഫോർ ഫിയർ ഓഫ് വൈൽഡ് ക്രീച്ചേഴ്സ്. രാത്രി വരികയാണെങ്കിൽ രാത്രിയിൽ ഞാൻ മരത്തിന് മുകളിലാണ് കിടന്നുറങ്ങുന്നത്, കാരണം കാട്ടിലെ മൃഗങ്ങൾ, വന്യമൃഗങ്ങളെ പേടിച്ചിട്ട്. ബട്ട് സ്ലെപ്റ്റ് സൗണ്ട്ലി, പക്ഷെ ഞാൻ നന്നായി ഉറങ്ങി. ദോ ഇറ്റ് റെയിൻഡ് ഓൾ നൈറ്റ്. രാത്രി മൊത്തം മഴയായിരുന്നുവെങ്കിലും ഞാൻ മരത്തിൻ്റെ മുകളിൽ അത്രയും ക്ഷീണിതനായിരുന്നു എന്നുള്ളത് കൊണ്ട് മരത്തിൻ്റെ മുകളിലിരുന്ന് ഉറങ്ങി എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഹാപ്പൻ ടു റോബിൻസൺ ക്രൂസോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഹീ ഈസ് ഓൾസോ എ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ. വൈ ഡസ് ഹി കോൾ ദി ഐലൻഡ് ഓഫ് ഡെസ്പെയർ? എന്തുകൊണ്ടാണ് ആ ഐലൻഡിനെ ദി ഐലൻഡ് ഓഫ് ഡെസ്പെയർ എന്ന് അദ്ദേഹം വിളിക്കുന്നത്? കാരണം അദ്ദേഹത്തിന് മുമ്പിൽ നിരാശ നിറഞ്ഞ ഒരു ഫ്യൂച്ചർ മാത്രമാണ് അദ്ദേഹം കാണുന്നത്, ഡെത്ത് മാത്രമാണ് അദ്ദേഹം കാണുന്നത്. What do you think might be the feelings of a man who is alone in a desert island? എന്താണ് ഡെസേർട്ട് ഐലൻഡ്? ഒറ്റപ്പെട്ട. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ദ്വീപിൽ പെട്ടുപോയ ഒരു വ്യക്തിയുടെ വികാരം എന്തായിരിക്കും?
അദ്ദേഹം പേടിച്ച് അരണ്ടിരിക്കുകയായിരിക്കും അല്ലേ. എങ്ങനെയാണ് ഇവിടെ സർവൈവ് ചെയ്യുക എന്ന് ചിന്തിച്ച് ആകെ ഭയചകിതനായിട്ടായിരിക്കാം ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് മറ്റൊരു പാഠഭാഗം നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ വിച്ച് വാസ് റിട്ടൺ ബൈ ഗബ്രിയേൽ ഗാർഷിയ മാർക്കസ് ആണ്. അദ്ദേഹം എഴുതിയ ഈ കഥയിൽ ഇതുപോലെ തന്നെ ഒരു സെയിലറാണ്, അദ്ദേഹത്തിൻ്റെ സർവൈവലാണ് നമ്മൾ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ അതിജീവനമാണ് ഇവിടെ കാണുന്നത്. കണ്ടോ കൂട്ടുകാരെ, ഗബ്രിയേൽ ഗാർഷിയ മാർക്കസ് ഒരു കൊളംബിയൻ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്ക്രീൻ റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിൽ എഴുതിയ കണ്ടോ ഹിസ് ഫസ്റ്റ് മേജർ വർക്ക് ഈസ് ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മേജർ വർക്ക് ഇത് തന്നെയാണ്, ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ തന്നെയാണ്. അദ്ദേഹം ന്യൂസ് പേപ്പർ സീരീസ് ആയിട്ടാണ് 1955 ഇത് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ഹിസ് ബെസ്റ്റ് നോൺ നോവൽസ് ഇൻക്ലൂഡ് 100 Years of Solitude, ദി ഓട്ടം ഓഫ് ദ പാട്രിയാർക്ക് ആൻഡ് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. അതൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ്. നമുക്കിവിടെ നോക്കാം എ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ. നോക്കൂ കൂട്ടുകാരെ, A Shipwrecked Sailor. The story of a shipwrecked sailor tells the saga of Luis Alejandro Velasco, a 20-year-old sailor who was washed overboard during a storm in the middle of the Caribbean Sea on February 28, 1955. അപ്പോൾ 1955 ഫെബ്രുവരി 28 കരീബിയൻ കടലിൽ തകർന്ന ഒരു കപ്പലിലെ നാവികൻ്റെ ജീവിതമാണ്, രക്ഷപ്പെടലാണ്, സർവൈവൽ, അതിജീവനമാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. ആ നാവികൻ 20-year-old സെയിലറാണ്, ഒരു 20 വയസ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. ഹിസ് നെയിം വാസ് ലൂയിസ് അലിയാൻഡ്രോ വെലാസ്കോയെ കുറിച്ചാണ് കഥ. ക്ലിങ്ങിങ് ടു എ ലൈഫ് റാഫ്റ്റ് വിത്തൗട്ട് ഫുഡ് ആൻഡ് വാട്ടർ, he survived 10 days on the open sea. കടലിൽ 10 ദിവസം ഭക്ഷണവും വെള്ളമില്ലാണ്ട് സർവൈവ് ചെയ്ത വ്യക്തിയാണ് വെലാസ്കോ. വാട്ട് ഹാപ്പൻ ടു വെലാസ്കോ ആൻഡ് ഹിസ് ഷിപ്പ്മേറ്റ്സ്? അപ്പോൾ എന്താണ് വെലാസ്കോയ്ക്ക് സംഭവിച്ചത്, വെലാസ്കോയുടെ കൂട്ടുകാർക്ക് സംഭവിച്ചത് എന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. റീഡ് ദി ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം ദ നോവല ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ടു ദം. അപ്പോൾ ഇത് നോവലിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ. ഈ ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വാട്ട് ഹാപ്പൻ ടു ദം. I shall read first. My first impression was that I was utterly alone in the middle of the ocean. The ship plunged into an abyss and disappeared. I had no idea what was happening. I took hold of one of the bobbing crates and stupidly began to contemplate the sea. It was a perfectly clear day, except for the choppy waves produced by the wind and the cargo scattered across the surface. There was no evidence of a shipwreck. അപ്പോൾ ഇവിടെ നരേറ്റർ ആരാണ് കൂട്ടുകാരെ? ഇദ്ദേഹം തന്നെയാണ്, നമ്മുടെ വെലാസ്കോയുടെ അനുഭവം പറയുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നടുക്കടലിൽ ഞാൻ തികച്ചും ഒറ്റയ്ക്കാണെന്നായിരുന്നു ആദ്യം എനിക്ക് തോന്നിയത്. പക്ഷേ കപ്പൽ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് പെട്ടെന്ന് താഴ്ന്നുപോയി, അപ്രത്യക്ഷമായി. എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച് ഒരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് അവിടെ ചുറ്റും കാണുന്നത്, എന്താണ് പൊങ്ങുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മരപ്പെട്ടി കണ്ടു. കശി വേഗം അതിൽ പിടിച്ച് കടലിലേക്ക് നോക്കി. വളരെ ശാന്തമായിട്ടുള്ള കടലാണ്, നല്ല തെളിഞ്ഞ ദിവസമാണ്. ചെറിയ രീതിയിലുള്ള ഒരു അനക്കവും ഇളക്കവും ഉള്ളൂ, പ്രക്ഷുബ്ധതയുള്ളൂ. പക്ഷെ ചുറ്റും എന്താണ് ചിതറിക്കിടക്കുന്ന, എന്താണ് കപ്പലിൽ കണ്ട സാധനങ്ങളാണ്. കപ്പൽ ശരിക്കും വെള്ളത്തിൽ മുങ്ങിപ്പോയി. കപ്പലിലെ ചരക്കുകളൊക്കെ എന്താണ് വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്നു. കപ്പൽ തകർന്നു എന്നുള്ളത് മനസ്സിലാവത്തക്ക വിധത്തിൽ കപ്പലിൻ്റെ പാർട്സൊക്കെ പൊന്തി കിടക്കുക അങ്ങനെയൊന്നുമില്ല. കപ്പൽ പൂർണ്ണമായിട്ട് താഴേക്ക് മുങ്ങിപ്പോയിരിക്കുന്നു. See the next paragraph. Soon I began to hear shouts nearby. Through the sharp whistling of the wind, I recognized the voice of Julio Amado Carabello, the tall, well-built officer who was yelling at someone. "What's so hold there?
അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്താണ് ആദ്യം വിചാരിച്ചത് എന്താണ് ആരുമില്ല, ഞാൻ തനിച്ചുള്ളൂ എന്താണെന്ന് മനസ്സിലായി വരുന്നുള്ളൂ കക്ഷിക്ക് എന്തായാലും. പക്ഷേ പെട്ടെന്ന് തന്നെ ആൾ കുറച്ച് ശബ്ദങ്ങളൊക്കെ കേട്ടു തുടങ്ങി. കാറ്റിൻ്റെ ചൂളമടി ശബ്ദത്തിൽ ഞാൻ യൂലിയോ അമഡോ കരബല്ലോയുടെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസറായിരുന്നു, ഇവിടുത്തെ കപ്പലിലെ ഓഫീസറായിരുന്നു അദ്ദേഹം. എന്താണ് നല്ല വെൽ ബിൽറ്റ് ബോഡിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന ഈ ശബ്ദം കേട്ട് ഫാറ്റ്സോ ഹോൾഡ് ദേ, ഫാറ്റ്സോ ഇവിടെ പിടിക്കൂ എന്ന് പറയുന്ന ഒരു ശബ്ദം ഇദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇദ്ദേഹം കരബല്ലോ ആണെന്ന് തിരിച്ചറിഞ്ഞു. It was as if in that instant I had awakened from a moment's deep sleep. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു നിമിഷത്തെ ഡീപ്പ് സ്ലീപ്പിൽ അകപ്പെട്ട പോലെയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഉണർന്നു. ഇറ്റ് ഡോൺഡ് ഓൺ മീ ദാറ്റ് ഐ വാസൻറ്റ് അലോൺ ഇൻ ദ സീ. ആ ശബ്ദം എന്നെ ഉണർത്തി. ഞാൻ മനസ്സിലാക്കി ഞാൻ തനിച്ചല്ല ഈ കടലിൽ. ദ ഓൺലി ഫ്യൂ മീറ്റേഴ്സ് അവേ മൈ മേറ്റ്സ് വർ ഷൗട്ടിങ് ടു വൺ അനദർ ആൻഡ് ട്രൈങ് ടു സ്റ്റേ അഫ്ലോട്ട്. അപ്പോൾ കുറച്ച് മീറ്ററുകൾക്കകലെ എൻ്റെ കൂട്ടുകാർ, എൻ്റെ ഷിപ്പ്മേറ്റ്സ് അവിടെ പൊന്തിക്കിടക്കാനായിട്ട് സർവൈവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ക്വിക്ക്ലി ഐ ബിഗാൻ ടു തിങ്ക് ഐ കുഡിൻ സ്വിം ഇൻ ജസ്റ്റ് എനി ഡയറക്ഷൻ. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എന്താണ്, എനിക്ക് എവിടേക്കും നീന്താനായിട്ട് സാധിക്കില്ല. ഐ ന്യൂ വി വർ അബൌട്ട് 50 മൈൽസ് ഫ്രം കാർട്ടജീന ബട്ട് ഐ വാസ് നോട്ട് യെറ്റ് ഫ്രൈറ്റൻഡ്. എനിക്ക് മനസ്സിലായി ഏകദേശം 50 മൈലുകൾക്കപ്പുറമാണ് കാർട്ടജീന തീരത്തിൽ നിന്നും 50 മൈൽ അകലെയാണ് ഞങ്ങൾ എന്ന് ഇപ്പോൾ ആൾ മനസ്സിലാക്കുകയാണ്. ഫോർ എ മൊമെൻറ്റ് ഐ തോട്ട് ഐ കുഡ് ഹോൾഡ് ഓൺ ടു ദ ഗ്രേറ്റ് ഇൻഡെഫിനിറ്റ്ലി അൻറ്റിൽ ഹെൽപ്പ് അറൈവ്ഡ്. അപ്പോൾ ഒരു സഹായഹസ്തം ലഭിക്കുന്നത് വരെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനായിട്ട് ഒരു മരപ്പെട്ടി കിട്ടി, ഒരു വുഡൻ ബോക്സ്, ക്രേറ്റ് കിട്ടി. അപ്പോൾ അതിന് മുകളിൽ കടന്നുകൊണ്ടാണ് ആൾ ചിന്തിക്കുന്നത്, ഇനിയൊന്ന് പുറത്തുനിന്നൊരു ഹെൽപ്പ് കിട്ടുന്നവരെ ഇതിൽ പിടിച്ച് നിന്നേ മതിയാകൂ. വേറെ പേടിയൊന്നും ആൾക്ക് തോന്നിയില്ല, ഇതിൽ പിടിച്ച് നിന്നേ മതിയാവൂ എന്നാൾ മനസ്സിലാക്കുകയാണ്. ഇറ്റ് വാസ് റീഅഷ്വറിങ് ടു നോ ദാറ്റ് ഓൾ അറൗണ്ട് മീ അതർ സെയിലേഴ്സ് വർ ഇൻ ദ സെയിം പ്രെഡിക്കമെൻറ്റ്. എൻ്റെ ചുറ്റും മറ്റ് സെയിലേഴ്സും ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കുമെന്ന് തന്നെയാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത്. ദാറ്റ് വാസ് വെൻ ഐ സോ ദ റാഫ്റ്റ്. അപ്പോഴാണ് ഇദ്ദേഹം ഒരു ചങ്ങാടം അവിടെ കാണുന്നത്. അപ്പോൾ നോക്കൂ കൂട്ടുകാരെ, ദർ വർ 2 ലൈഫ് റാഫ്റ്റ്സ് അബൌട്ട് 7 meters അപ്പാർട്ട്. ഏകദേശം ഒരു 7 മീറ്ററിന് അകലെയായിട്ട് 2 ചങ്ങാടങ്ങൾ പൊന്തി വന്നു. ദി അപ്പിയർഡ് അൺഎക്സ്പെക്റ്റഡ്ലി ഓൺ ദ ക്രസ്റ്റ് ഓഫ് എ വേവ് നിയർ വർ മൈ മേറ്റ്സ് വർ കോളിംഗ് ഔട്ട്. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു തിരമാലയ്ക്ക് മുകളിലേക്ക് പൊന്തി വന്നതാണ്. തിരമാലയാണിത് പൊക്കി കൊണ്ടുവന്നത്. 2 ചങ്ങാടങ്ങൾ ഇങ്ങനെ കണ്ടു. അതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഷിപ്പ്മേറ്റ്സ് ഉറക്കെ അലറുന്നത് കേട്ടു, ഉറക്കെ വിളിക്കുന്നത് കേട്ടു. അതിലേക്കൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് സീംഡ് ഓഡ് ദാറ്റ് നൺ ഓഫ് ദം കുഡ് റീച്ച് ദ ലൈഫ് റാഫ്റ്റ്സ്. പക്ഷേ അവരൊരാൾക്ക് പോലും ആ റാഫ്റ്റിൽ കയറാനായിട്ട് സാധിച്ചില്ല. ഇൻ ആൻ ഇൻസ്റ്റൻറ്റ് വൺ ഓഫ് ദ റാഫ്റ്റ്സ് ഡിസപ്പിയർഡ് ഫ്രം വ്യൂ. ഒരു നിമിഷത്തിനുള്ളിൽ ഒരു റാഫ്റ്റ് വെള്ളത്തിൽ മുങ്ങിപ്പോയി, അപ്രത്യക്ഷമായി, കാണാനില്ലാണ്ടായി. ഐ കുഡിൻ ഡിസൈഡ്. ഐ ഫൗണ്ട് മൈ സെൽഫ് സ്വിമ്മിങ് ടുവേർഡ്സ് ദി വൺ ഐ കുഡ് സീ വിച്ച് വാസ് മൂവിങ് ഫാദർ അവേ ഫ്രം മീ. എൻ്റെ അടുക്കൽ നിന്നും ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചങ്ങാടത്തിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്ന് എനിക്ക് തിട്ടമില്ല, എനിക്ക് അറിയില്ല. എന്നാലും ഐ സ്വാം ഫോർ അബൌട്ട് 3 minutes. ഏകദേശം 3 മിനിറ്റോളം ഞാൻ ഇതിൻ്റെ നേരെ എന്ത് ചെയ്തു, നീന്തി. ഐ ലോസ്റ്റ് സൈറ്റ് ഓഫ് ദ റാഫ്റ്റ് മൊമെൻ്ററിലി ബട്ട് ഐ വാസ് കെയർഫുൾ നോട്ട് ടു ലൂസ് മൈ ബെയറിങ്സ്. സഡൻലി, അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ ചങ്ങാടം എൻ്റെ കണ്ണിൽ നിന്ന് മറയും, പക്ഷേ വീണ്ടും ഞാൻ ഉറപ്പിച്ചത് അവിടെ ഉണ്ട്. സഡൻലി റഫ് വേവ് pushed the rafts alongside me. It was huge, white and empty. ഒരു വലിയ തിരമാല പെട്ടെന്ന് ഒരു റാഫ്റ്റിനെ എൻ്റെ അടുത്തേക്ക് തട്ടിയിട്ടു. ഐ സ്ട്രഗിൾ ടു ഗ്രാബ് ദ റിഗ്ഗിങ് ആൻഡ് ജമ്പ് എബ്രോഡ്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ നേരെ എനിക്ക് കുതിച്ച് ചാടാൻ നോക്കി. ഐ മെയ്ഡ് ഇറ്റ് ഓൺ ദ 3rd try. 3ാമത്തെ ശ്രമത്തിൽ ഞാനതിൽ കയറി. വൺസ് ഓൺ ദ റാഫ്റ്റ് പാൻറ്റിങ് വിപ്ഡ് ബൈ ദ വിൻഡ് ഇമ്മൊബിലൈസ്ഡ് ആൻഡ് ഫ്രീസിങ്. ഞാൻ ആ ചങ്ങാടത്തിൽ കയറി കിതച്ചുകൊണ്ട് എന്താണ് കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലിങ്ങനെ ഫ്രീസായി വിറച്ച് തണുത്ത് വിറച്ച് അനങ്ങാണ്ട് ഇങ്ങനെ ഇരുന്നു. ഐ ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു സിറ്റ് അപ്പ്. അവിടെ ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ട്.
Then I saw 3 of my mates near the raft trying to reach it. അപ്പോൾ ഞാൻ 3 എൻ്റെ കൂട്ടുകാർ സുഹൃത്തുക്കൾ ആ റാഫ്റ്റിൻ്റെ നേരെ ട്രൈങ് ടു ക്യാച്ച് ഇറ്റ് റീച്ച് ഇറ്റ് അതിലെത്താനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. നെക്സ്റ്റ്, I recognized them immediately. Castello had a firm grip around Carabello's neck. Carabello, who had been on watch when the accident occurred, was wearing his life jacket. He yelled, "Hold on tight, Castello." They floated him in the scattered cargo about 10 meters away. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, പെട്ടെന്ന് തന്നെ എനിക്ക് അവർ ആരൊക്കെയാണെന്ന് മനസ്സിലായി. കാസ്റ്റലോ കാരബെല്ലോയുടെ കഴുത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. അപകടം ഉണ്ടായപ്പോൾ പെട്ടെന്ന് കാരബെല്ലോനെ കണ്ടായിരുന്നല്ലോ. കക്ഷി ജീവൻ രക്ഷാ കുപ്പായം ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ വിളിച്ചു പറയണ കാസ്റ്റലോ എന്നെ മുറുകെ പിടിച്ചു എന്ന് കാരബെല്ലോ പറയാണ്. ഏകദേശം 10 മീറ്റർ അകലെ ഇങ്ങനെ ചരക്കുകളൊക്കെ ഇങ്ങനെ ചിതറിക്കിടന്ന് അത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്, വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കാം. മറുവശത്ത് വേറൊരാളുണ്ടായിരുന്നു. ആരാന്നറിയാമോ? ഓൺ ദി അതർ side was Luis Rengifo, trying to stay above water with his headphones aloft in his right hand. ആളുടെ വലത് കയ്യിൽ ആളുടെ ഹെഡ്ഫോൺ പൊക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ നനയാണ്ടിരിക്കാൻ. He had stripped off his shirt so that he could swim better. കക്ഷി എന്താണ്, അദ്ദേഹം ഷർട്ട് ഊരി കളഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നീന്താൻ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് ഹീ ഹാഡ് ലോസ്റ്റ് ഹിസ് ലൈഫ് ജാക്കറ്റ്. പക്ഷേ കക്ഷിക്ക് എന്തുണ്ടായിരുന്നില്ല, ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഈവൻ ഇഫ് ഐ ഹാഡിൻ സീൻ ഹിം ഐ വുഡ് ഹാവ് റെക്കഗ്നൈസ്ഡ് ഹിസ് ക്രൈ, ഫാറ്റ്സോ പാഡിൽ ഓവർ ഹിയർ. അപ്പോൾ ഞാൻ ആളെ കണ്ടില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഉച്ചത്തിലുള്ള വിളി തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്, തടിയ ഇങ്ങോട്ട് വാ എന്നാണ് ആൾ ഉറക്കെ വിളിച്ച് പറയുന്നത്. അപ്പോൾ ആരാണ് ഇവിടെ തടിയൻ കൂട്ടുകാരെ? നമ്മുടെ വെലാസ്കോ ആണ്. ഐ ക്വിക്ക്ലി ഗ്രാബ്ഡ് ദി ഓസ് ആൻഡ് ട്രൈ ടു ഗെറ്റ് ക്ലോസർ ടു ദ മെൻ. അവരുടെ അടുത്തേക്ക് ഞാൻ പെട്ടെന്ന് തുഴഞ്ഞെത്താനായിട്ട് ശ്രമിച്ചു. ഓസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തുഴയെടുത്ത് പെട്ടെന്ന് തുഴഞ്ഞു തുടങ്ങി. കാരബെല്ലോ വിത്ത് കാസ്റ്റലോ ക്ലിങ്ങിങ് ടു ഹിസ് നെക്ക്. അപ്പോൾ കാരബെല്ലോ കാസ്റ്റലോനെ ചുമന്നുകൊണ്ടാണ് നീന്തുന്നത്. നിയർ ദ റാഫ്റ്റിൻ്റെ അടുത്ത് ഏകദേശം എത്താറായി. മച്ച് ഫാദർ വേ ലുക്കിംഗ് സ്മോൾ ആൻഡ് ഡെസൊലേറ്റ് വാസ് ദ ഫോർത്ത് ഓഫ് മൈ മേറ്റ്സ്. അങ്ങ് ദൂരെ 4ാമത്തെ ആള് വേറൊരാളെയും കൂടെ കണ്ടു. അതാണ് രാമൻ ഹെറാര, ഹൂ വാസ് വേവിങ് അറ്റ് മീ വൈൽ ഹീ ഹെൽഡ് ഓൺ ടു എ ക്രേറ്റ്. അപ്പോൾ ഞാൻ ആൾക്കൊരു ക്രേറ്റ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ നിന്നിട്ട് കൈ ഇങ്ങനെ ഉയർത്തി വീശി കാണിക്കുകയാണ് ആളുടെ അടുത്തേക്കും കൂടെ ചെല്ലാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ കൂട്ടുകാരെ. If I had to decide, I wouldn't have known which of my mates to go after first. But when I saw Herrera, the happy young man from Arjona, who had been with me only a few moments before I began to paddle furiously, but the life raft was almost 2 meters long. It was very heavy in that lurching sea, and I had to row against the wind. I don't think I managed to advance more than a meter. Desperate, I looked around once more and saw that Herrera had disappeared. Only Rengifo was swimming confidently towards the raft. I was sure he would make it. I had heard him snoring below my bunk, and I was convinced that his serenity was stronger than the sea. അപ്പോൾ ഏത് സുഹൃത്തിൻ്റെ അടുത്തേക്കാണ് ആദ്യം ചെല്ലേണ്ടതെന്ന് തീരുമാനിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അർജോന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്ന എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഹെരേര. ഹെരേരയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ഞാൻ പെട്ടെന്ന് സർവ്വശക്തി എടുത്ത് തുഴയാൻ തുടങ്ങി. പക്ഷേ ചങ്ങാടാണെങ്കിലോ ഏകദേശം 2 മീറ്റർ അകലെയായിരുന്നു. ഇളകി മറിയുന്ന ആ കടലിൽ തുഴയുന്ന അത്ര എളുപ്പമായിരുന്നില്ല. കാറ്റ് എതിരായിരുന്നു. കാറ്റിനെതിരെ തുഴയേണ്ടതായും വന്നു. അപ്പോൾ 1 മീറ്ററിൽ കൂടുതൽ തുഴഞ്ഞെത്താൻ പറ്റുമെന്ന് തന്നെ എനിക്ക് തോന്നിയില്ല. ഞാൻ ഭയങ്കര നിരാശനായി ചുറ്റും നോക്കിയപ്പോൾ ഹെരാര അപ്രത്യക്ഷനായിരിക്കുന്നതാണ് കാണുന്നത്. റെഞ്ചിഫോ മാത്രം വളരെ കോൺഫിഡൻസോടുകൂടി ചങ്ങാടത്തിൻ്റെ അടുത്തേക്ക് നീന്തി വരുന്നുണ്ടായിരുന്നു. അയാൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പരിചയം ഓർമ്മ വരികയാണ്. എൻ്റെ കിടക്കയുടെ താഴത്തെ കിടക്കയിൽ കിടന്ന് എപ്പോഴും കൂർക്കം വലിക്കുന്ന ആളാണ് ഈ റെഞ്ചിഫോ. അദ്ദേഹം വളരെ ശാന്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ആത്മവിശ്വാസത്തോടുകൂടി നീന്തി വരുന്നത് കാണാണ്. In contrast,
Carabello was struggling with Castello so that Castello wouldn't let go of his neck. They were less than 3 meters away. I figured that if they got just a little closer, I could hold out an oar for them to grab. But at that moment, a gigantic wave lifted the raft, and from the top of the huge crest, I could see the mast of the small ship heading away from me. When I came down again, Carabello had vanished, with the Castello hanging on to his neck. Alone, 2 meters away, Rengifo was still swimming calmly towards the raft. പ്രിയപ്പെട്ട കൂട്ടുകാർ, വലിയൊരു ട്രാജഡിയാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കാരബെല്ലോയും കാസ്റ്റലോയും മുങ്ങി പോകുന്നതാണ് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ കാരബെല്ലോ വളരെ കഷ്ടപ്പെട്ട് കാസ്റ്റലിനെയും കൊണ്ട് ഈ ഇതിൻ്റെ അടുത്തേക്ക്, ചങ്ങാടത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഒരു പക്ഷേ ഒരു ഏകദേശം 3 മീറ്റർ അകലെയാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് അവരുടെ അടുത്തെത്തി ആ തുഴയൊന്ന് നീട്ടി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ പെട്ടെന്നൊരു ജൈജാൻറ്റിക് വേവ്, വലിയൊരു തിരമാല ഈ റാഫ്റ്റിനെ പൊക്കിക്കൊണ്ടുപോയി, നമ്മുടെ ഈ ചങ്ങാടത്തെ പൊക്കിക്കൊണ്ടുപോയി. പിന്നെ തിരിച്ച് തിരയിറങ്ങി താഴേക്ക് വന്നപ്പോഴത്തേക്കും കാരബെല്ലോയും കാസ്റ്റലോയും അപ്രത്യക്ഷരായിരുന്നു. തനിച്ച് 2 മീറ്റർ അകലെ റെഞ്ചിഫോ അപ്പോഴും ഇതിലേക്ക് ചങ്ങാടത്തിൻ്റെ അടുത്തേക്ക് നീന്തിക്കൊണ്ടേ ഇരുന്നു എന്നാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. I don't know why I did this absurd thing, knowing I couldn't move forward. I put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. Rengifo, exhausted, paused a moment, then raised his arm as he had when he held his headphones aloft and shouted again, "Fatso, row over here." പക്ഷേ ഇതും കൂടെ കണ്ടതോടുകൂടി ആളാകടെ അങ്ങോട്ട് മരച്ചുപോയി. അതാണ് ആൾ പറയുന്നത്, എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണേന്ന്. ഞാൻ പതുക്കെ അവിടെ തുഴയാണ്ട് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ ഓർ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിലും ഞാൻ തുഴയുന്നില്ല. ഞാൻ ആകെ സ്തംഭിച്ചു പോയി. രഞ്ജിഫോ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, എടാ തടിയ അങ്ങോട്ടേക്ക് തുഴഞ്ഞു വാ, തുഴയി ചങ്ങാടം ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ എന്ന് ഉറക്കെ പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ആകെ മരവിച്ച് പോയി. The wind was blowing from his direction. I yelled that I couldn't row against the wind, that he should make another try, but I felt he hadn't heard me. The crates of cargo had disappeared, and the life raft danced from side to side, battered by the waves. In an instant, I was 5 meters away from Rengifo and had lost sight of him. കൂട്ടുകാരെ, ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആ കാറ്റ് അതിശക്തമായി വീശിക്കൊണ്ടിരുന്നു. കക്ഷിക്ക് കാറ്റിനെതിരെ അങ്ങോട്ട് തുഴഞ്ഞെത്താനായിട്ട് സാധിക്കുന്നില്ല. രഞ്ജിഫ് ആണെങ്കിൽ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ അടുത്തേക്ക് തുഴഞ്ഞു വാ എന്ന്. പക്ഷേ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം ഏകദേശം 5 മീറ്റർ അകലെയായി രഞ്ജിഫോയിൽ നിന്നും പെട്ടെന്ന് ആ രഞ്ജിഫോ എവിടെയാണെന്ന് പോലും കാണാണ്ടായി. അതായത് ഹി അപ്പിയേർഡ് ഇൻ അനദർ സ്പോട്ട്. പെട്ടെന്ന് ആ രഞ്ജിഫോനെ കണ്ട ഭാഗത്ത് രഞ്ജിഫോനെ കാണാനില്ല. ബട്ട് ഹി അപ്പിയേർഡ് ഇൻ അനദർ സ്പോട്ട്, സ്റ്റിൽ നോട്ട് പാനിക്കിംഗ്, ഡക്കിങ് അണ്ടർ വാട്ടർ ടു പ്രിവെൻറ്റ് ദ വേവ്സ് ഫ്രം സ്വീപ്പിംഗ് ഹിം അവേ. പക്ഷെ വളരെ സ്ട്രഗ്ലിംഗ് ഹാർഡ് ഹി ഈസ് കമ്മിങ് ടുവേർഡ്സ് ദ റാഫ്റ്റിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ സ്റ്റുഡ് അപ്പ് ഹോൾഡിംഗ് ഔട്ട് ദ ഓർ, hoping Rengifo could get close enough to reach it, but then I could see he was being losing heart. He called to me again, singing, "Fatso." പക്ഷേ ഇദ്ദേഹം എണീറ്റ് തുഴഞ്ഞ് അങ്ങ് എത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് രഞ്ജിഫോയുടെ പ്രതീക്ഷയും മറ്റ് രഞ്ജിഫോ ആ വെള്ളത്തിലേക്ക് താഴ്ന്ന് പോകുന്നതാണ്. ആ സിങ്കിങ് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും തടിയാന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ വെലാസ്കോനെ. അപ്പോൾ രഞ്ജിഫോയും അവിടെ നഷ്ടമാവുകയാണ്. നോക്കൂ, I tried to row, but it was as hopeless as the first time. I made a last try so that Rengifo could reach the oar, but
the raised hand, which a few minutes earlier had been trying to keep the headphones from sinking, sang forever less than 2 meters from the oar. അപ്പം ഞാൻ തുഴയാൻ ശ്രമിച്ചു, പക്ഷേ ആദ്യത്തേതുപോലെ അതും നിരാശാജനകമായിരുന്നു. രഞ്ജിഫോയ്ക്ക് പിടിക്കാനായിട്ട് ഞാൻ ഒരു അവസാന ശ്രമം, രഞ്ജിഫോയിനെ ഇതിലേക്ക് കയറ്റാനായിട്ട് അവസാന ശ്രമം നടത്തി നോക്കി. പക്ഷെ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ഹെഡ്ഫോണൊക്കെ പൊക്കി പിടിച്ചിരുന്ന ആ കൈ തുഴയിൽ നിന്ന് ഏകദേശം 2 മീറ്റർ അകലെ എന്നേക്കുമായി മുങ്ങിപ്പോകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. I don't know how long I stayed like that, balancing in the life raft, holding out the oar. I kept searching the water, hoping that someone would surface soon. But the sea was clear and the wind, getting stronger, blew against my shirt like the howl of a dog. The cargo had disappeared. The mast, growing more distinct, proved that the small ship hadn't sunk, as I had first thought. I felt calm. I thought that one of my mates had managed to reach the other life raft. ഇപ്പോൾ ഇവിടെ പറയുന്നത് കൂട്ടുകാരെയും തുഴ നീട്ടിപ്പിടിച്ച് ജീവൻ നമ്മുടെ ഈ ചങ്ങാടം ബാലൻസ് ചെയ്യാനായിട്ട് എത്ര നേരം ഞാൻ ശ്രമിച്ചു എന്നൊന്നും എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഈ ചങ്ങാടം ബാലൻസ് ചെയ്യാണ്. ആരെങ്കിലും വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വരുമെന്ന് പ്രതീക്ഷിച്ചു കുറേ നേരം ആൾ അവിടെ കഴിഞ്ഞു. കടൽ പക്ഷേ വളരെ ക്ലിയർ ആയിരുന്നു. ശക്തിയേറിയ കാറ്റാണെങ്കിൽ ഭയങ്കര ശബ്ദത്തോടെ, പട്ടിയുടെ ഓരിടൽ ശബ്ദത്തോടു കൂടി എൻ്റെ ഷർട്ടിൽ തട്ടിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ പൊന്തി കിടന്ന ചരക്കുകളൊക്കെ കാണാനില്ലാണ്ടായി. വ്യക്തമായി കണ്ട ഒരു പായ്മരം ഉണ്ടായിരുന്നു, അതൊക്കെ മുഴുവൻ മുങ്ങിപ്പോയില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അത് വ്യക്തമായി കണ്ട ആ പായ്മരം മുഴുവൻ മുങ്ങിയില്ല എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷേ അത് ശരിയാണ്, മുങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ എൻ്റെ മനസ്സ് ഇങ്ങനെ ഇത്തിരി ശാന്തമായി. ആരെങ്കിലും സുഹൃത്തുക്കളിൽ ഒരാൾ ആരെങ്കിലും ഏതെങ്കിലും ജീവൻ രക്ഷാ ചങ്ങാടത്തിൽ കയറി രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ ചിന്തിക്കാനാണ് അദ്ദേഹത്തിന് അപ്പോൾ തോന്നിയത്. നെക്സ്റ്റ് പാരഗ്രാഫ്, there was no reason they shouldn't have reached it. ആരും ഈ ചങ്ങാടങ്ങളിൽ കയറി രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ചിന്തിക്കാനായിട്ട് യാതൊരു കാരണം ഉണ്ടായിരുന്നില്ല. The rafts were in provision. In fact, none of the life rafts of the small ship was outfitted. സത്യത്തിൽ എൻ്റെ ഷിപ്പിലെ ഒറ്റ ചങ്ങാടവും സുസജ്ജമായിരുന്നില്ല, അതായത് ഫിറ്റായിരുന്നില്ല. ആവശ്യത്തിന് ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. there were 6 of them. 6 ഉണ്ടായിരുന്നു. 6 ചങ്ങാടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും അതൊന്നും നേരെ ചൊവ്വേ ഫിറ്റായിരുന്നില്ല. അപ്പാർട്ട് ഫ്രം ദി റോബോട്ട്സ് ആൻഡ് ദ വെയിലേഴ്സ്. അപ്പോൾ റോബോട്ട്സും വെയിലേഴ്സും കൂടാണ്ട് 6 ചങ്ങാടങ്ങൾ, തിമിംഗല വേട്ടയ്ക്കുള്ള കപ്പലുകളാണ്, ചെറിയ വള്ളങ്ങളൊക്കെയാണ് ഈ വെയിലേഴ്സ് എന്ന് പറയുന്നത്. അത് കൂടാണ്ട് 6 ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റീസണബിൾ ടു ബിലീവ് ദാറ്റ് സം ഓഫ് മൈ മേറ്റ്സ് ഹാഡ് റീച്ച്ഡ് ദി അതർ ലൈഫ് റാഫ്റ്റ്സ് ആസ് ഐ ഹാഡ് റീച്ച്ഡ് മൈ. ഞാൻ ഇതുപോലൊരു ചങ്ങാടത്തിൽ കയറിയ പോലെ വേറെ ആരെങ്കിലും കയറിയിട്ടുണ്ടാവണം. ആൻഡ് പെർഹാപ്സ് ദി ഡിസ്ട്രോയർ വാസ് സെർച്ചിങ് ഫോർ us. അപ്പോൾ ആ വ്യക്തി അവരും മറ്റു ചങ്ങാടങ്ങളിൽ കയറിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. അവരും ഇതേപോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരയുകയാവാം. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. വെരി സൂൺ ഐ വാസ് അവെയർ ഓഫ് ദ സൺ. പെട്ടെന്ന് തന്നെ എനിക്ക് ഓർമ്മ വന്നു സൂര്യനെ നോക്കാൻ. ആ മിഡ് ഡേ സൺ, ഹോട്ട് ആൻഡ് മെറ്റാലിക്, ചുട്ടുപഴുത്ത സൂര്യനെയാണ് അപ്പോൾ കാണുന്നത്. സ്റ്റുപ്പിഫൈഡ്, നോട്ട് ഫുള്ളി റിക്കവേർഡ്, ഐ ലുക്ക്ഡ് അറ്റ് മൈ വാച്ച്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആൾ വാച്ചിലേക്ക് നോക്കി. ഇറ്റ് വാസ് നൂൺ ഓൺ ദി ഡോട്ട്. കറക്റ്റ് 12 മണി, നൂൺ ആയിരുന്നു, 12 മണി സമയമായിരുന്നു വാച്ച് അപ്പോൾ കാണിച്ചത്. നെക്സ്റ്റ് പാരഗ്രാഫ്, ദ ലാസ്റ്റ് ടൈം രഞ്ജിഫോ ഹാഡ് ആസ്ക്ഡ് മീ ദ ടൈം ഓൺ ദ സ്മോൾ ഷിപ്പ് ഇറ്റ് വാസ് 11:30. അവസാനമായി ആ ഷിപ്പിൽ വെച്ച് രഞ്ജിഫോ എന്നോട് സമയം ചോദിക്കുമ്പോൾ 11:30 ആയിരുന്നു. ഐ ഹാഡ് ചെക്ക്ഡ് ദ ടൈം അഗെയിൻ ആൻഡ് ദ ഡിസാസ്റ്റർ ഹാഡ് നോട്ട് യെറ്റ് ഒക്കേർഡ്. അപ്പോൾ ഞാൻ വീണ്ടും സമയം നോക്കി 11:30 തന്നെ. അപ്പോൾ ഈ ദുരന്തം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല, ഡിസാസ്റ്റർ, ദുരന്തം. വെൻ ഐ ലുക്ക്ഡ് അറ്റ് മൈ വാച്ച് ഓൺ ദ ലൈഫ് റാഫ്റ്റ്. അപ്പോൾ ഈ ചങ്ങാടത്തിൽ കയറി ഞാൻ വാച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എത്രയും സമയം? ഇറ്റ് വാസ് എക്സാക്ട്ലി നൂൺ, 12 മണിയാണ്. ഇറ്റ് ഹാഡ് ടേക്കൺ ഓൺലി 10 minutes ഫോർ എവറിത്തിങ് ടു ഹാപ്പൻ. എല്ലാം സംഭവിക്കാൻ ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ. for me to reach the life raft and try to rescue my shipmates. എന്തൊക്കെയാണ് ഈ 10 മിനിറ്റ് കൊണ്ട് സംഭവിച്ചത്? ലൈഫ് റാഫ്റ്റിൽ കയറുന്നു, മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആൻഡ് ട്രൈ ടു റെസ്ക്യൂ മൈ ഷിപ്പ്മേറ്റ്സ് ആൻഡ് സ്റ്റാൻഡ് മോഷൻലെസ് ഇൻ ദ റാഫ്റ്റിൽ അനങ്ങാണ്ട് നിൽക്കുന്നു. സെർച്ചിങ് ദ എംപ്റ്റി സീ, കടലിൽ
ചുറ്റും അന്വേഷിക്കുന്നു. ലിസണിങ് ടു ദ ഷാർപ്പ് ഹൗൾ ഓഫ് ദ വിൻഡ്. കാറ്റിൻ്റെ ഉറക്കെയുള്ള ഓരിയിടൽ കേട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതൊക്കെ ഈ 10 മിനിറ്റിൽ സംഭവിച്ച കാര്യമാണ് സംഭവിച്ച് കഴിയണുള്ളൂ. ഐ തോട്ട് ഇറ്റ് വുഡ് ടേക്ക് ദം അറ്റ്ലീസ്റ്റ് 2 or 3 hours ടു റെസ്ക്യൂ മീ. ഇനി ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ചിലപ്പോൾ 2-3 മണിക്കൂർ ചിലപ്പോൾ എടുത്തേക്കാം എന്നൊക്കെയാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത്. 2 or 3 hours I calculated. ഏകദേശം 2-3 മണിക്കൂർ. ഇറ്റ് സീംഡ് ആൻ എക്സ്ട്രാ ഓർഡിനറിലി ലോങ് ടൈം ടു ബി എലോൺ അറ്റ് സീ. കടലിൽ തനിച്ച് 2-3 മണിക്കൂർ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എന്താണ് സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യമല്ല. ബട്ട് ഐ ട്രൈ ടു റിസൈൻ മൈസെൽഫ് ടു ഇറ്റ്. പക്ഷേ അങ്ങനെ നിന്നേ മതിയാവൂ. ഐ ഹാഡ് നോ ഫുഡ് ഓർ വാട്ടർ. എനിക്ക് ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ല. കടൽ വെള്ളം കുടിക്കാൻ പറ്റുമോ? ഉപ്പുവെള്ളം പറ്റില്ല. ആൻഡ് ബൈ 3 in the afternoon ഐ വുഡ് ഷുവർലി ഹാവ് എ സിയറിങ് തേഴ്സ്റ്റ്. ഏകദേശം ഒരു 3 മണിയാകുമ്പോഴത്തേക്കും ആകെ ഞാൻ വയ്യാണ്ടാവും, ദാഹിച്ച് തളരും. ദ സൺ ബേൺഡ് മൈ ഹെഡ് ആൻഡ് മൈ സ്കിൻ വിച്ച് വാസ് ഡ്രൈ ആൻഡ് ഹാർഡൻഡ് ബൈ സോൾട്ട്. സൂര്യനാണെങ്കിൽ തലയ്ക്ക് മുകളിൽ നിന്ന് കത്തി ജ്വലിക്കുകയാണ്. എൻ്റെ സ്കിന്നൊക്കെ ആണെങ്കിലും ശരീരമൊക്കെ ആണെങ്കിലും എന്താണ് ഉപ്പുവെള്ളം കൊണ്ട് എന്താണ് കല്ല് പോലെ ആയിക്കാണ്, വെയിറ്റ് കൂടിയേക്കാണ് സ്കിന്നിനൊക്കെ, ഉപ്പുപൊടി പിടിച്ചിരിക്കുക. സിൻസ് ഐ ഹാഡ് ലോസ്റ്റ് മൈ ക്യാപ്പ്. കൂടാതെ എന്താണ് എൻ്റെ തൊപ്പിയും എനിക്ക് നഷ്ടപ്പെട്ടു. ഐ സ്പ്ലാഷ്ഡ് വാട്ടർ ഓൺ മൈ ഹെഡ്. വെള്ളമെടുത്ത് ഞാൻ തലയിലേക്ക് വെറുതെ ഇങ്ങനെ അടിച്ചൊഴിച്ചു. ആൻഡ് ഐ ജസ്റ്റ് സാറ്റ് ഓൺ ദ സൈഡ് ഓഫ് ദ റാഫ്റ്റ് വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ്. എന്നിട്ട് ആ റാഫ്റ്റിൻ്റെ ഒരു സൈഡിലിരുന്ന് എന്നെ ആരെങ്കിലും രക്ഷിക്കാൻ വരും, രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അദ്ദേഹം അവിടെ കഴിച്ചു കൂട്ടുകയാണ്. See the next paragraph. Tears. It was only then that I felt the pain in my right knee. അപ്പോൾ എൻ്റെ വലത് കാൽ മുട്ടിൻ്റെ അവിടെ ഭയങ്കര വേദന പെട്ടെന്ന് എനിക്ക് തോന്നി. The thick blue drill fabric of my trouser leg was wet. So I had a hard time rolling it up. നമുക്കറിയാം ഒന്നാമത് തന്നെ ഉപ്പ് വെള്ളമാണ് മേല് മൊത്തം നനഞ്ഞിരിക്കുന്നത്. അതുപോലെ കട്ടിയായിട്ടുണ്ടാവും തുണിയൊക്കെ. അപ്പോൾ ഈ തുണി പതുക്കെ, അതായത് ഈ പാൻസിൻ്റെ ഭാഗം പതുക്കെ റോൾ ചെയ്ത് പൊക്കി നോക്കാനായിട്ട് കഷ്ടപ്പെട്ടു ഞാൻ. ബട്ട് വെൻ ഐ ഡിഡ് ഐ വാസ് സ്റ്റാർട്ടിൽഡ്. പക്ഷെ ഞാനത് ഇങ്ങനെ പൊക്കി വെച്ച് നോക്കിയപ്പോൾ മുറിവ് നോക്കിയപ്പോൾ ഐ സ്റ്റാർട്ടിൽഡ്, ഞാൻ ഞെട്ടിപ്പോയി. ഐ സോ എ ഡീപ്പ് ഹാഫ് മൂൺ ഷേപ്പ്ഡ് വൂണ്ട് ഓൺ ദ ലോവർ പാർട്ട് ഓഫ് മൈ നീ. എൻ്റെ വലത് കാലിൻ്റെ വലത് മുട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് ഏകദേശം ചന്ദ്രക്കലാരൂപത്തിൽ, പാതി ചന്ദ്രക്കലാരൂപത്തിൽ എന്താണ് നല്ല ആഴത്തിലുള്ള ഒരു മുറിവ്. I didn't know if I had gashed it on the side of the ship or if it had happened when I hit the water, for I didn't notice it until I was seated in the life raft. ഈ ചങ്ങാടത്തിൽ വരുന്നവരെ എനിക്കിത് അറിയണ്ടായിരുന്നില്ല അങ്ങനെ കാല് മുറിഞ്ഞിട്ടുണ്ടെന്ന്. ഇങ്ങനെ വലിയ ഒരു ഡീപ്പായിട്ടുള്ള ഒരു മുറിവാണ് വന്നിരിക്കുന്നത്. ഈ മുറിവ് ഒരു പക്ഷേ കപ്പലിൻ്റെ സൈഡിൽ തട്ടിയപ്പോഴോ എപ്പോഴാണ് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. Though the wound burned a little, it had stopped bleeding. അപ്പോൾ ഇപ്പോൾ ബ്ലഡൊന്നും വരണമൊന്നുമില്ല കൂട്ടുകാരെ. ആ മുറിവ് എന്താണ് ബ്ലീഡിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, രക്തം പോകുന്നുണ്ടായിരുന്നില്ല. മുറിവ് നല്ല ഉണങ്ങിയ പോലെ തന്നെ ഇരിക്കണേ. കാരണം ബിക്കോസ് ഓഫ് ദ സോൾട്ട് വാട്ടർ ഐ ഇമാജിൻ. ഉപ്പുവെള്ളം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അടുത്ത പാരഗ്രാഫിലേക്ക് അടക്കാൻ കൂട്ടുകാരെ. അൺസർട്ടൈൻ ആസ് ടു വാട്ട് ടു ഡു ഐ ഡിസൈഡഡ് ടു മേക്ക് ആൻ ഇൻവെൻട്രി ഓഫ് മൈ ബിലോങ്ങിങ്സ്. എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തൊക്കെ സാധനങ്ങൾ എൻ്റെ കയ്യിൽ ശേഷിക്കുന്നുണ്ട്. ഐ wanted to figure out what I could count on in my solitude at sea. ഈ കടലിൽ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കിക്കളയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യമായി ഐ കുഡ് റിലേ ഓൺ മൈ വാച്ച്. ഒന്നാമത്തെ കാര്യം, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു സാധനം എൻ്റെ കയ്യിലുള്ളത് എന്താണ്? വാച്ചാണ്. വിച്ച് കെപ്റ്റ് പെർഫെക്റ്റ് ടൈം, കറക്റ്റ് ടൈം പറയുന്ന എൻ്റെ വാച്ച്. ആൻഡ് വിച്ച് ഐ കുഡിൻ സ്റ്റോപ്പ് ഗ്ലാൻസിങ് അറ്റ് എവറി 2 or 3 minutes. ഓരോ 2-3 മിനിറ്റ് ഇടവിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്താണ്? എൻ്റെ ഈ വാച്ചാണ്. ഇൻ അഡീഷൻ ഐ ഹാഡ് മൈ ഗോൾഡ് റിംഗ്. കൂടാതെ എൻ്റെ സ്വർണ്ണമോതിരമുണ്ട്. വിച്ച് ഐ ഹാഡ് ബോട്ട് ഇൻ കാർട്ടജീന ദ ഇയർ ബിഫോർ. 1 വർഷം മുമ്പ് കാർട്ടജീനയിൽ നിന്ന് മേടിച്ചതാണ് ഈ മോതിരം. ആൻഡ് എ ചെയിൻ വിത്ത് എ മെഡൽ ഓഫ് ദ വെർജിൻ ഓഫ് കാരമൻ ഓൺ ഇറ്റ്. ഓൾസോ പർച്ചേസ്ഡ് ഇൻ കാർട്ടജീന ഫ്രം അനദർ സെയിലർ ഫോർ 35 pesos. ഒരു 30 pesos കൊടുത്ത് മറ്റൊരു നാവികനിൽ നിന്നും ഞാൻ വാങ്ങിച്ച കാരമനിലെ വിശുദ്ധയുടെ രൂപത്തോടു കൂടിയ ഒരു കാശ് രൂപ ഇട്ടൊരു മാലയും കൂടെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ.
ഇൻ മൈ പോക്കറ്റ്സ് ഐ ഹാഡ് നത്തിങ് ബട്ട് ദ കീസ് ടു മൈ ലോക്കർ. പോക്കറ്റ് തപ്പി നോക്കി, പോക്കറ്റിൽ എന്താണ്, കുറച്ച് കീ ഉണ്ട്. എൻ്റെ ലോക്കറിൻ്റെ കീ എവിടെ? ആ കപ്പലിലെ എൻ്റെ ലോക്കറിൻ്റെ, എൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഇതിൻ്റെ ലോക്കറിൻ്റെ കീ എൻ്റെ കയ്യിലുണ്ട്. 3 ബിസിനസ് കാർഡ്സ്, 3 കാർഡും ഉണ്ട്. 3 കാർഡുകൾ കൂട്ടുകാരെ ഹാഡ് ബീൻ ഗിവൺ അറ്റ് എ സ്റ്റോർ ഇൻ മൊബിലി 1 ഡേ ഇൻ ജാനുവരി വെൻ ഐ ഹാഡ് ഗോൺ ഔട്ട് ഷോപ്പിങ്ങിന് പോയപ്പോൾ മൊബിലിയിലെ ഒരു കടയിൽ നിന്നും ചെറിയൊരു മാസത്തിൽ കിട്ടിയ 3 കാർഡുകളും എൻ്റെ കയ്യിലുണ്ട്. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു, ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഐ റെഡ് ദ കാർഡ്സ് ഓവർ ആൻഡ് ഓവർ ടു ഡിസ്ട്രാക്ട് മൈ സെൽഫ് അണ്ടിൽ ഐ വാസ് റെസ്ക്യൂഡ്. ഞാൻ രക്ഷപ്പെടും വരെ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ആ കാർഡുകൾ ഞാൻ തന്നെയും പിന്നെയും വായിച്ചു കൊണ്ടിരുന്നു എന്നാണ് കൂട്ടുകാരെ ഇവിടെ പറയുന്നത്. ആ ഷിപ്പ്രെക്ക്ഡ് സെയിലറിൻ്റെ കഥാഭാഗത്തിലെ ഒരു കുറച്ച് ഭാഗമാണ് നമുക്ക് പാഠഭാഗമായിട്ട് തന്നിരിക്കുന്നത്. അതിലിങ്ങനെയാണ് പറയുന്നത്. കൂട്ടുകാരെ, ഈ പാഠഭാഗത്തിൽ വരുന്ന വേർഡ് മീനിങ്സും കൂടെ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. എല്ലാവരും ഇത് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ.